ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. കൂടെ നോട്ടിഫിക്കേഷൻ ആകുമ്പോൾ ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാനായിട്ട് ഉരുളിയിലേക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക, ഒരു ചെറിയ കഷ്ണം ജാതിപ്പത്രി, പെരിഞ്ചീരകം ഇത്രയും ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളക്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ വീട്ടിൽ ചിക്കൻ മേടിക്കുമ്പോൾ ഇപ്പോഴും 2 ചിക്കനായിട്ട് മേടിക്കും, ഒരു മീഡിയം സൈസിലുള്ള. എന്നിട്ട് അതിൻ്റെ നല്ല പീസസ് ഒക്കെ കൂടി വറുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എടുക്കും. ചെറിയ ചെറിയ പീസസും എല്ലൊക്കെ കൂടി ഇതേപോലെ സ്റ്റൂ അല്ലെങ്കിൽ പാൽക്കറിയൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ മിക്സൊക്കെ ചെയ്തിട്ട് ഞാനൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്, ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാണ്ടാണ് ചിക്കൻ വേവിച്ചെടുക്കുക. ആ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന വെള്ളത്തിൽ വേവുമ്പോഴാണ് ചിക്കനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇളക്കി കൂട്ടി മൂടി വെച്ചിട്ടുണ്ട്. വീണ്ടും കുറച്ച് സമയം കഴിയുമ്പോൾ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ്. ഒട്ടും നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചിക്കൻ്റെയൊക്കെ ഒരു അരഭാഗം വേവ് അല്ലെങ്കിൽ ഒരു മുക്കാൽ വേവൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ചിക്കൻ ഏകദേശം ഒരു മുക്കാൽ വേവൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് അധികം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വീട്ടിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടുതൽ കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ വേണ്ടാത്ത ആൾക്കാർക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് 2 പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പാലിൻ്റെ പകുതിയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ മസാലയും ഉപ്പൊക്കെ ഉരുളക്കിഴങ്ങിലേക്ക് നല്ലതുപോലെ പിടിച്ചതിന് ശേഷമേ നമ്മൾ ബാക്കിയുള്ള പാലൊക്കെ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇറച്ചിയിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇറച്ചിക്ക് ഇച്ചിരി മുമ്പിൽ നിൽക്കുന്ന രീതിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങിലേക്കും ചാറിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൂട്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ തിളച്ച് ഒന്ന് വെന്ത് വരണം. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ചെറിയ തീയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇനി വേവൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയൊക്കെ ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ചെറിയ തീയിലേക്ക് തന്നെ മാറ്റി മൂടി വയ്ക്കുന്നുണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യാം. ഞാൻ നെയ്യിൽ ലാസ്റ്റ് കുറച്ച് കാഷ്നട്ട് താളിച്ചിരുന്നതുകൊണ്ടാണ് ഇപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ഒന്ന് പൊട്ടി വന്നപ്പോൾ ഇതിലേക്ക് സവാള അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. സവാളയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ചാറിൻ്റെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ റവ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് കരിഞ്ഞ് പോകാണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. റവയൊക്കെ മൂത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് വേവിക്കാൻ വെച്ചിട്ടുള്ള ചിക്കൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സവാള താളിച്ചപ്പോഴേക്കും ഉരുളക്കിഴങ്ങൊക്കെ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ തലപ്പാൽ ഒഴികെ ബാക്കിയുള്ള പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചാറിൻ്റെ കൺസിസ്റ്റൻസിക്ക് ആവശ്യമായിട്ടുള്ള പാലുകളൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ വീണ്ടും ചെറിയ തീയിലിട്ട് ആക്കി വെക്കുന്നുണ്ട്. നമ്മൾ ഈ താളിച്ചിട്ട് കൊടുത്തിട്ടുള്ള റവ ഒന്ന് കുറുകി വരണം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൂട്ടിയിട്ട് തിളച്ച് കഴിയുമ്പോൾ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ റവ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നടുഭാഗത്ത് അടിക്ക് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റൂ ഒക്കെ ആവശ്യത്തിന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ എടുത്ത് വെച്ചിട്ടുള്ള തലപ്പാലിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ തലപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളച്ച് പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് നുര വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കും. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഈ തലപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ ചൂടി കിടന്നിട്ട് തിളയ്ക്കാതെ എല്ലാ വശത്തും ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ സ്റ്റൂവിൻ്റെ തിക്നെസ് ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് റവ തന്നെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. ചിലർ കോൺഫ്ലവറോ മൈദ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ പൊടിച്ച് ചേർത്ത് കൊടുക്കാറുണ്ട്, കാഷ്യൂ പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. അമ്മച്ചിയുടെ വീട്ടിലൊക്കെ ആൻറ്റിമാർ യൂസ് ചെയ്യാറുള്ളത് കോൺഫ്ലവർ ആണ്. അത് ഇതേപോലെ റവയ്ക്ക് പകരം കോൺഫ്ലവർ ഇട്ടിട്ട് മൂപ്പിച്ച് സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മളിവിടെ വീട്ടിൽ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ വെളുത്തുള്ളി ആഡ് ചെയ്യാറില്ല കേട്ടോ. സ്റ്റൂ ആണെങ്കിലും ഫിഷ് മോളി അങ്ങനത്തെ കറികളിലൊന്നും വെളുത്തുള്ളി ആഡ് ചെയ്യാറില്ല. പാലുകറിയിലൊക്കെ ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ സ്റ്റൂ ഒക്കെ തീകാഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് കൂടി താളിച്ചിടണം. ഈ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ കിടന്ന് ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ വേവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കിവിടെ സെപ്പറേറ്റ് വേവിക്കുന്നതിനെക്കാട്ടിയും ഇഷ്ടം ഇതേപോലെ ചിക്കനിൽ തന്നെ കിടന്ന് വേവുന്നതാണ്. അപ്പോൾ താളിക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കാഷ്നട്ട് കുറവായതുകൊണ്ട് ഞാൻ ചമ്മന്തി കഴിക്കാനായിട്ട് കുറച്ച് കാഷ്യൂ ചങ്ക്സ് വാങ്ങിച്ചു വെക്കും. അതുകൂടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കിസ്മസ് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ആഡ് ചെയ്ത് കൊടുക്കാഞ്ഞത്.
അപ്പോൾ നെയ്യ് താളിച്ച കാഷ്യൂ ഒക്കെ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പും കൂടി കഴിഞ്ഞിട്ട് ഇതേപോലെ മൂടിയിട്ട് ഒരു 10-15 മിനിറ്റോളം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. എന്നിട്ട് നമ്മളിത് തുറന്ന് ഇളക്കിയേക്ക് എടുക്കുകയുള്ളൂ. എന്നാലേ ആ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. ആ ചട്ടിയുടെ ചൂടിൽ കുറച്ച് സമയം ഇരിക്കണം. അതിപ്പോൾ ഏത് ഡിഷാണെങ്കിലും ആ ഒരു ചട്ടിയുടെ ചൂടിൽ ഇരുന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ആ വേവും ആ ഒരു ചാറിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. ചിക്കൻ സ്റ്റൂവിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ ഇതേപോലെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള സ്റ്റൂ ആണ് കേട്ടോ ഇഷ്ടം. ഇങ്ങനെ നീണ്ടു പോയിട്ടുള്ള സ്റ്റൂ ഇഷ്ടമല്ല. ഇതേപോലെ ഒരു ഇച്ചിരി കട്ടി വേണം നമ്മുടെ സ്റ്റൂവിന്. റവയും മൈദയോ കോൺഫ്ലവറൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. ഒത്തിരി ആയിപ്പോയി കഴിഞ്ഞാൽ കുറുകിപ്പോകും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പത്തിൻ്റെ ഒപ്പവും ബ്രെഡിൻ്റെ ഒപ്പവും പുട്ടിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ള ബീഫ് സ്റ്റൂവിനെക്കാട്ടി കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്കിത് പ്രോസസ്സൊക്കെ എളുപ്പമാക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ കുക്കറിലിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെ ആകാം കേട്ടോ. നമ്മുടെ ഇവിടെ അങ്ങനെ വേവിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ചട്ടി തന്നെ ഇട്ടിട്ട് എല്ലാം വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. കുക്കറിലാണ് ചിക്കൻ വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 3/4 വേവ് വരെ കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അതേ കുക്കറിലേക്ക് തന്നെ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വിസിലടിപ്പിച്ച് കഴിഞ്ഞാൽ അതും വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ തലപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു 1/4 ഭാഗം തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഹസ്ബൻഡിനൊന്നും ചിക്കൻ സ്റ്റൂവിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അവർക്ക് സ്റ്റൂ എന്ന് പറഞ്ഞാൽ നല്ല പോത്തിറച്ചി വെച്ചത് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഇത് ഞാൻ ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നില്ലെങ്കിൽ വെള്ളയപ്പം ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ബ്രെഡോ അല്ലെങ്കിൽ പുട്ടൊക്കെ ആയിരിക്കും. പിന്നെ ഹസ്ബൻഡൊക്കെ കഴിച്ചാൽ തന്നെ ചിക്കൻ സ്റ്റൂ വെച്ച് കഴിഞ്ഞാൽ ആളിൻ്റെ അകത്തുനിന്ന് ആ ഉരുളക്കിഴങ്ങൻ ചാറ് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. ചിക്കൻ കഴിക്കുകയില്ല. നമ്മൾ ഈ റവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ടും പിന്നെ ഇരുന്നൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ആ ചാറൊക്കെ വലിച്ച് കഴിയുമ്പോൾ സ്റ്റൂ ഒന്ന് കുറുകി വരും. അപ്പോൾ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ വീട്ടിൽ സ്റ്റൂ ഒക്കെ എപ്പോഴും എടുക്കുമ്പോഴും തിളപ്പിച്ചിട്ട് എടുക്കുള്ളൂ. അപ്പോൾ ഇതേപോലെ എടുക്കാൻ സമയമാകുമ്പോഴേക്കും കുറുകി പോയി കഴിഞ്ഞാൽ ഇതേപോലെ മാറ്റി വെച്ചിട്ടുള്ള തലപ്പാലും പിന്നെ ഞാനവിടെ 3-ാം പാലിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതുകൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നീട്ടിയെടുക്കും കേട്ടോ. നീട്ടി തിളപ്പിച്ചെടുക്കും നല്ലതുപോലെ. അന്ന് തന്നെ ചെയ്യാനാണെങ്കിൽ മാത്രമേ നമ്മൾ ഇതേപോലെ തേങ്ങാപ്പാലിൻ്റെ ബാക്കി ഒഴിച്ച് നീട്ടിയെടുക്കുള്ളൂ കേട്ടോ. ചിലപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ സ്റ്റൂ ഒക്കെ റെഡിയാക്കി വെക്കും. അപ്പോൾ രാവിലെ നമുക്കിവിടെ പള്ളിയിലൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിയുമ്പോൾ ചൂടാക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റൂ റെഡിയാക്കി വെക്കും. അപ്പോൾ ഇതേപോലെ കുറുകി പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാറുള്ളത്, നമ്മൾ ചായ ഇടാനായിട്ട് വാങ്ങിക്കുന്ന പാക്കറ്റ് പാലുണ്ടല്ലോ, അതൊരു പാക്കറ്റ് ഇതേപോലെ കാച്ചിയിട്ട് നമ്മളുടെ ചാറിൻ്റെ ആ ഒരു ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നീട്ടിയെടുക്കും. അപ്പോൾ ഈ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി എൻ്റെ വീട്ടിലും മമ്മിയൊക്കെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ആദ്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പി വീട്ടിൽ അമ്മച്ചിയൊക്കെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ രണ്ടും നല്ല അടിപൊളി സ്റ്റൂ ആണ്. സ്റ്റൂവിന് ഇഞ്ചിയൊക്കെ നീളത്തിൽ അരിയുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുരുമുളക് ഞാനിവിടെ ചിക്കൻ സ്റ്റൂവിന് ആയതുകൊണ്ടാണ് ഇതേപോലെ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ആ മസാലയിൽ കുറച്ചൊന്ന് ചതച്ച് ചേർക്കുള്ളൂ കേട്ടോ. ഒരു 5-10 ചതച്ച് ചേർക്കുള്ളൂ. പിന്നെ എരിവ് കൂടുതൽ വേണ്ടിയുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.